Our God is a God of second chances. രണ്ടാമതും അവസരങ്ങൾ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം പല അവസരങ്ങൾ നൽകിയതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നത്. ദൈവത്തെ അനുസരിക്കുവാൻ രണ്ടാമതൊരവസരം കിട്ടിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് പ്രവാചകനായ യോന. രണ്ടാമത്തെ അവസരം കിട്ടിയ യോന ദൈവം കൽപ്പിച്ച ഇടമായ നിനവയിലേക്ക് തന്നെ പോകുവാനും അവിടെയുള്ളവരോട് പ്രസംഗിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ യോന നിനവേക്കാരോട് പ്രസംഗിച്ചു. പക്ഷെ ഒരു ഗുരുതരമായ വീഴ്ച അവന്റെ പ്രസംഗത്തിലുണ്ടായി. അവൻ അനർത്ഥത്തെക്കുറിച്ച് പ്രസംഗിച്ചു, പക്ഷെ അനുതാപത്തെക്കുറിച്ച് അവൻ പ്രസംഗിച്ചില്ല. അവൻ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു, എന്നാൽ നിനവേക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന പ്രത്യാശയുടെ ഒരു വാക്കുപോലും അവൻ വേണ്ടിയില്ല. യോന രുചിച്ചറിഞ്ഞ തന്റെ ദൈവത്തെക്കുറിച്ച് അവൻ തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദൈവമേ, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു. താൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നന്നായി അറിഞ്ഞിരുന്ന യോന ആ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി പ്രസംഗിച്ചില്ല. നമ്മിൽ പലരും സുവിശേഷ പ്രസംഗകരും ബൈബിൾ പഠിപ്പിക്കുന്നവരും പ്രവചിക്കുന്നവരുമാകാം. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി, കരുണയെപ്പറ്റി, ദീർഘക്ഷമയെപ്പറ്റി, അവൻ്റെ മഹാദയെപ്പറ്റി നാം പറയാത്തിടത്തോളം കാലം നമ്മുടെ പ്രസംഗങ്ങളോ ഉപദേശങ്ങളോ പ്രവചനങ്ങളോ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. നാം ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ, അവൻ്റെ അരുളപ്പാട് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നുണ്ടോ എന്നതല്ല, നാം അത് പൂർണ്ണതയോടെ കൊടുക്കുന്നുണ്ടോ എന്നതത്രേ അതിപ്രധാനപ്പെട്ട കാര്യമെന്നത്. ന്യായവിധിയുടെ ഒരു തകർപ്പൻ പ്രസംഗം യോന നിനവേക്കാരോട് പ്രസംഗിച്ചു. വലിയ ആള് ചമഞ്ഞ ഗമയിൽ തന്നെ യോന ആ പട്ടണം വിട്ടു. യോനായിൽ കൂടി ന്യായവിധിയുടെ പ്രസംഗം കേട്ട നിനവേക്കാർ യോന പ്രസംഗിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു. 1, അവർ ഒരു ഉപവാസം പരസ്യം ചെയ്തു. 2, ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷ നടത്തി. 3, ദുർമാർഗങ്ങളെ വിട്ട് മനം തിരിഞ്ഞു. 4, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങി. പിന്നെ എന്താണ് സംഭവിച്ചത്? ദൈവം അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അർഹതപ്പെട്ടവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയിലൂടെ നമ്മോടുള്ള ദൈവസ്നേഹം നാം തിരിച്ചറിഞ്ഞു. നാം നിലവിളിച്ചു, നാം അനുതപിച്ചു. ദൈവം നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കൃപയുള്ളവനും കരുണയുള്ളവനും ദീർഘക്ഷമയും മഹാദയമുള്ളവനും അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനുമായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം ലോകത്തോട് പ്രസംഗിക്കേണ്ടിയത്. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.